Hi all, welcome to Tech Malayalam. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഷവോമി ഒരു പുതിയ കിഡിലൻ ഫോൺ ഇറക്കിയിട്ടുണ്ട്. Redmi Note 7. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ 48 മെഗാ പിക്സലാണ്. ആദ്യമായിട്ടാണ് മിഡ് റേഞ്ചിലുള്ള ഒരു ഫോണിന് ഇത്രയും മെഗാ പിക്സൽ ക്യാമറ വരുന്നത്. അതുതന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്യാമറ മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മറ്റ് ഇൻറ്റേർണൽസും വളരെ മികച്ചതാണ്. ഇതിലെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 660 ആണ്. ഇതിലെ ഡിസ്പ്ലേ വരുന്നത് 6.3 ഇഞ്ചിലാണ്. അതും ഡ്യൂ ഡ്രോപ്പ് നോച്ച് സ്റ്റൈലിഷ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ് ടു 6GB റാം ആണ് ഇതിലുള്ളത്. 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉണ്ട്. ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. ക്വിക്ക് ചാർജ് 4 ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB ടൈപ്പ് C ആണ് ഇതിൽ വരുന്നത്. ഓവറോൾ നോക്കുമ്പോൾ വളരെ കിടിലൻ ഒരു ഫോണാണിത്. ഇത്രയും മെഗാ പിക്സലുള്ള ക്യാമറ വരുന്ന ഫോൺ മിഡ് റേഞ്ചിൽ ഇത് ആദ്യമായിട്ടാണ്. ഇതിലെ ക്യാമറ പറയുകയാണെങ്കിൽ ബാക്കിൽ ഡ്യുവൽ ക്യാം ആണ് വരുന്നത്. 48 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറിലാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 13 മെഗാ പിക്സലിലും വരുന്നു. ഇതിപ്പോൾ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ അധികം വൈകാതെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇത് എത്തുന്നതായിരിക്കും. ശരിക്കും ഞെട്ടിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസാണ്. ഇതിൽ മെയിനായിട്ട് 3 വേർഷൻസ് ആണ് വരുന്നത്. പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 10,000 to 15,000 ഇടയിൽ വരുന്നതാണ് ഈ 3 വേർഷൻസും. അതായത് 3GB 32GBക്ക് വരുന്നത് വെറും 10,000 റുപ്പീസേ ഉള്ളൂ. അതേപോലെ 4GB 64GBക്ക് 12,500 വരുന്നുണ്ട്. പിന്നീടുള്ളത് 6GB ആണ്. അതിന് 6GB 64GBക്ക് ഒരു 14,000 to 15,000 അതിൻ്റെ ഒരു ഇടയിലാണ് വരുന്നത്. ഇത്രയും മെഗാ പിക്സലിൽ വരുന്ന ഒരു ഫോൺ, അതായത് അതിൻ്റെ ഇൻറ്റേർണൽസ് നോക്കുകയാണെങ്കിൽ അതും വളരെ മികച്ചതാണ്. ഇങ്ങനെയുള്ളൊരു ഫോൺ ഈ ഒരു ചീപ്പായിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് വളരെ ഞെട്ടിച്ചൊരു കാര്യം. ഷവോമി ഇങ്ങനെ ഒരു ഫോൺ ഇറക്കാനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ മിഡ് റേഞ്ച് ഫോൺസിൽ ഏറ്റവും ടോപ്പിൽ നിന്നിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഷവോമി. അപ്പം ഈ ഒരു റേഞ്ചിലേക്ക് മിഡ് റേഞ്ചിൽ മറ്റു പല ബ്രാൻഡ്സും ഒരുപാട് ബെറ്റർ പെർഫോമൻസ് ഉള്ള ഫോൺസ് ഇറക്കി. അതായത് ഇപ്പോൾ ആസൂസിൻ്റെ സെൻഫോൺ, ഓപ്പോ, റിയൽമി, ഹുവാവയുടെ ഫോൺസ്, നോക്കിയ, ഇതൊക്കെ ബെറ്റർ പെർഫോമൻസ് ഉള്ള ഫോൺസ് ഇറക്കിയപ്പം ഈ ഒരു ഷവോമിയുടെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി. സോ ഇങ്ങനെയുള്ള മറ്റു കമ്പനിയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷവോമി ഇങ്ങനെയൊരു ഫോൺ ഇറക്കിയത്. ഓൾറെഡി മിഡ് റേഞ്ചിലെ ബെസ്റ്റ് ക്യാമറ ഫോൺസ് എപ്പോഴും ഷവോമിയുടെ തന്നെയാണ്. ആ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ഷവോമി ഇങ്ങനെ 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയായിട്ട് വീണ്ടും തിരിച്ചു വന്നത്. ഈ ഒരു ഫോൺ കൊണ്ടുവന്നത് മറ്റു പല ബ്രാൻഡ്സിനും വളരെ വലിയ തിരിച്ചടിയായിരിക്കും. ചൈനയിൽ ഇറക്കിയ അതേ പ്രൈസിനാണ് ഇന്ത്യയിലും അവർ ഫോൺസ് ഇറക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ആ ഫോൺ സൂപ്പർ ഹിറ്റായിരിക്കും. സോ നിങ്ങളുടെ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.